عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബില്ലാഹ്. അനവധി അത്ഭുതങ്ങളെ നാം ശ്രവിക്കാറുണ്ട്, വായിക്കാറുണ്ട്. എന്നാൽ റജബ് 27 അനുസ്മരിക്കാനുള്ള, ഓർമ്മിക്കാനുള്ള ഒരത്ഭുതം, അതിന് സമാനതകളില്ല. അതൊരു മഹാത്ഭുതം തന്നെ. വിശുദ്ധ ഖുർആൻ പോലും അത്ഭുതം കുറിക്കൊണ്ടാണല്ലോ ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു അവന്റെ പരിശുദ്ധിയെ ഇവിടെ വാഴ്ത്തുകയാണ്. എന്താണ് ആ വിശുദ്ധിയുടെ, ആ കഴിവിൻ്റെ അറ്റം, അതിൻ്റെ ഗംഭീരത സർവശക്തി ഉണർത്തുന്നത്? അസ്റാ ബിഅബ്ദിഹി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഒരു നിശാപ്രയാണം നടത്തുകയും, എവിടേക്കാണത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക്. മസ്ജിദുൽ അഖ്സയെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ബാറക്നാ ഹൗല, അതിൻ്റെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു. റജബിൽ തന്നെ നാം ബറക്കത്തിന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഈ യാത്ര ചരിത്രത്തിൽ ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെടുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്നുകൊണ്ട് ആകാശ ലോകത്തേക്കുള്ള ഒരു യാത്രയാകുമ്പോൾ അത് മിഅ്റാജ് കൂടി ആവുകയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ യാത്ര. പടച്ചവന്റെ ഒരു തീരുമാനം, അവന്റെ ഒരു നിശ്ചയം. അല്ലാഹു ഓരോന്നിനും ഓരോ ഹിക്മത്തുണ്ടല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ചെറുപ്പത്തിലെ വിട പറഞ്ഞല്ലോ, നമുക്കറിയാം. പിതാവ് ഇല്ലാതെ അനാഥനായിക്കൊണ്ടാണല്ലോ, പിതാവിൻ്റെ വഫാത്തിന് ശേഷമാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം തന്നെ. പിന്നീടൊക്കെ സംരക്ഷണം ഏറ്റെടുത്ത അബൂ താലിബ്, ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒട്ടേറെ സഹകരണങ്ങളുടെ ഉത്തമ മാതൃക കാണിച്ച ഖദീജ ബീവി, ഇവരുടെയൊക്കെ വേർപാടിന് ശേഷം പ്രവാചകനുണ്ടായ മാനസിക വൈഷമ്യങ്ങൾ സ്വാഭാവികം. എന്നാൽ അതിൻ്റെ ഒരു പരിഹാരം അല്ലാഹു യാത്ര കൊണ്ടുപോവുകയാണ്. ആ യാത്രയിൽ ഏറ്റവും വലുതെന്ന് സൃഷ്ടാവായ ഖാലിഖായ പടച്ച തമ്പുരാനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിൽ കാണുന്നു എന്നതാണ്. ഇതിന് പിന്നെ സമാനതകളില്ലല്ലോ. അതെ, ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങി മസ്ജിദുൽ അഖ്സയിൽ ആ യാത്രയിൽ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അവിടുത്തെ വഫാത്ത് സംഭവിക്കുന്നതും ദഅവത്തിന് ഹിജ്റ പോകുന്നതുമായ മദീന, അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മസ്ഥലമായ ബൈത്തുൽഹം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുനാജാത്ത് തൂരിസിന ഒക്കെ സന്ദർശിച്ചു എന്ന് മഹത്തുക്കൾ പറയുമ്പോൾ അതെല്ലാം അത്ഭുതം തന്നെയാണ്. ഒപ്പം ഒരു യാത്ര പോകുമ്പോൾ ചില പുണ്യകേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു പതിവിന് പ്രവാചകനിലൂടെ ഇവിടെ മഹോന്നതമായ ഒരു മാതൃക കൂടി കാണിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു ആകാശയാത്ര അത്ഭുതമില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? തീർച്ചയായിട്ടും അത് തന്നെ. ഒരുപക്ഷെ ചിലരൊക്കെ പറയും സ്വപ്നമായിരുന്നു. അല്ല, മഹത്തുക്കൾ അതിനെ പറഞ്ഞത് ശരീരം തന്നെയാണ്. ഇത്തഫഖു അലാ അന്നഹു ഉസ്രിയ ബി ജസദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇമാം റാസി വ്യക്തമാക്കുകയാണ്, അത് പ്രവാചകന്റെ ശരീരം കൊണ്ടുള്ള യാത്രയാണ്. റൂഹുൽ ബയാനുമൊക്കെ ഈ ആശയം ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് ശറഹുൽ മുസ്ലിമിനൊക്കെ ഇതൊരു ശാരീരിക യാത്ര തന്നെയാണ്, കേവലം ഒരു സ്വപ്ന യാത്രയല്ല എന്ന് പറയുമ്പോൾ, സ്വപ്നമായിരുന്നെങ്കിൽ അത് അത്ര മഹാത്ഭുതം എന്ന് പറയാനും ഇല്ലല്ലോ. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുണ്യ ശരീരത്തും കൊണ്ടുള്ള ഒരു യാത്ര ആകാശ ലോകത്ത്. ഒന്നാം ആകാശത്തെത്തിയപ്പോൾ ആദം നബി ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നും, രണ്ടാം ആകാശത്തിൽ യഹ്യ, ഈസ അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നു. 3 യൂസുഫ് അലൈഹി ഇസ്ലാം, 4 ഇദ്രീസ് അലൈഹി ഇസ്ലാം, 5 ഹാറൂൻ അലൈഹി ഇസ്ലാം, 6 മൂസ അലൈഹി ഇസ്ലാം, 7 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടൊപ്പം തിളച്ചുന്നു. പറാവുകാരനോട് ആരാണ് തുറക്കാൻ പറഞ്ഞു? ആരാന്ന് വെച്ചാൽ ഞാൻ ജിബ്രീൽ. കൂടെ ആരാണ്?
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നൊക്കെ ചോദിച്ചതും പറഞ്ഞതുമൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ സുവ്യക്തമാക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും ഇവിടെ അവസരോചിതം ഉണർത്തേണ്ടത്, ചിന്തിക്കേണ്ടത് എന്താണ് ഈ യാത്രയുടെ രഹസ്യം? അതെ, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്, ഒരു ജനനീയന്താവുണ്ട്, നിഷേധിക്കാൻ സാധ്യമല്ല. 100,000-ലേറെ അമ്പിയാക്കന്മാർ ഇവിടെ വന്ന് പ്രബോധനം ചെയ്തു. വിവിധങ്ങളായ അത്ഭുതാവഹമായ മാർഗങ്ങളുടെയും പ്രവർത്തന മേഖലകൾ അവർ തെളിയിച്ചതും ഒക്കെ ചരിത്രം വ്യക്തമാണ്. എന്നാൽ ലോകത്തെ അമ്പിയാക്കന്മാരുടെ നേതാവ്, സൃഷ്ടികളുടെ നേതാവ്, ലോകത്തെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുഹ്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവിടുത്തെ ഹദ്റത്തിലേക്ക് നേരിട്ട് ക്ഷണിക്കുകയാണ്. അതെ, 7-ാം ആകാശവും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹയിലെത്തിയതും സിദ്റത്തുൽ ഖുദ്സ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയിലെത്തി. പടച്ചവന് അവിടെ തഹിയ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു അവിടെ ഒരു കാണിക സമർപ്പിച്ചതും പടച്ചവൻ തിരിച്ചിങ്ങോട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞതും നബി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അതെ, രക്ഷ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന പ്രവാചകന്റെ ആശംസ. ഇതൊക്കെ ഈ റജബിൻ്റെ 27-ൻ്റെ ധന്യതയിൽ തീർച്ചയായിട്ടും വിശ്വാസികൾ അവരുടെ ഹൃദയാന്തരത്തിൽ ഏറെ ചിന്തിച്ച് ആലോചിച്ച് പഠന വിധേയമാക്കി സത്യനാഥൻ്റെ സൃഷ്ടി വൈഭവവും ലോകത്തിൻ്റെ രഹസ്യങ്ങളും പ്രാപഞ്ചിക രഹസ്യങ്ങളും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു ലോകത്തെക്കുറിച്ചും എപ്പോഴും ചിന്തിച്ചും ആലോചിച്ചു കൊണ്ടുമിരിക്കണം. റജബിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളണം. റജബ് മാസത്തിലാണ് മെഹറാജ് നടക്കുമ്പോൾ റജബിൻ്റെ പ്രാധാന്യം അത്ര ചെറുതല്ല. അതുകൊണ്ട് തന്നെ മെഹറാജ് സംഭവിച്ചത് കൊണ്ട് ആയിരുന്നാമല്ലോ റജബ് 27-ന് നോമ്പ് നോൽക്കൽ സുന്നത്ത. അത് സംബന്ധമായ ഒരു തിരുവചനം ഇമാം ഗസാലി തങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ഏറെ പ്രതിഫലമുള്ള ആ മെഹറാജ് 27-ൻ്റെ നോമ്പ് നാം ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. റജബ് 1 മുതൽ തന്നെ നോമ്പ് വർദ്ധിപ്പിച്ച അനേകം വിശ്വാസികളുണ്ട് എന്നത് അവസരം ഉണർത്തുന്നതിനോടൊപ്പം അവസാനമായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ യാത്രയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലേക്ക് പാലും കള്ളും ജിബ്രീൽ അലൈഹിസ്സലാം സമർപ്പിച്ചത്രേ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ പ്രശംസിച്ചതും കാണാമെങ്കിൽ, അതെ, കള്ള് മദ്യമാണല്ലോ, മദ്യം മതം വിലക്കിയതാണല്ലോ. ഇതിപ്പോൾ പ്രത്യേകമെന്ന് സൂചിപ്പിക്കാൻ കാരണം ഈ പ്രസംഗം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് പെരുമ്പാവൂരിലെ ഒരു ലഹരി വേട്ടയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. വിവിധ ചാക്കുകളായി നിറച്ച 500 കിലോയിലേറെ ലഹരി ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ. അതെ, ലഹരി വേട്ട ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ലഹരി മത്ത് പിടിച്ചുകൊണ്ട് മാതാവിനെയും പിതാവിനെയും ഒക്കെ കൊല ചെയ്ത വാർത്തകൾ കാണാൻ കഴിയുന്നതെങ്കിൽ തിന്മകൾക്കെതിരെ മദ്യം ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന്, ലഹരി ഉൾപ്പെടെയുള്ളതിന് മതം കണ്ട ഗൗരവങ്ങളിലെക്കുറിച്ച് സമൂഹത്തെ കൂടുതൽ ബോധവൽക്കരിക്കാൻ എല്ലാ മേഖലകളിലും സാർവത്രിക ഉണരുകൾ, ഉത്ബോധനങ്ങൾ വളരെ സജീവമാകണം എന്നതിനോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സർവശക്തനായ അള്ളാഹു ഈ മെഹറാജ് വേളയിൽ മുത്തനബി തങ്ങൾക്ക് നേരിട്ട് നൽകിയ സമ്മാനം നിസ്കാരം. അതെ, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഗൗരവം ചെറുതല്ല എന്നതുകൂടി റജബ് 27-ൻ്റെ മെഹറാജ് ആകാശാരോഹണ യാത്രയെ ഓർമ്മിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഗൗരവം കൂടി നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.